അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹലോ എവരി വൺ. നമുക്ക് ഒരു ഇമാജിനേഷനിലൂടെ കാര്യങ്ങൾ സംസാരിക്കാം. ഒരു എംപ്ലോയി രാവിലെ സന്തോഷത്തോടെ ഓഫീസിലേക്ക് വരുന്നു. എല്ലാവരോടും ഫ്രണ്ട്ലി ആയി സംസാരിക്കുന്നു. ജോലി എൻജോയ് ചെയ്ത് ജോലികളൊക്കെ എൻജോയോടെ ചെയ്യുന്നു. അതേസമയം മറ്റൊരാൾ ജോലി ഒരു ബേർഡൻ പോലെയാണ്. സ്ട്രെസ്സ്, ഫ്രസ്ട്രേഷൻ, നോ ഇൻട്രസ്റ്റ്, ഇതുപോലെയാണ് അവൻ ജോലിയോട് സമീപിക്കുന്നത്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഒരാൾക്ക് ജോലി ഇഷ്ടമാകുന്നതും മറ്റൊരാൾക്ക് അതേ ജോലി തന്നെ ഇഷ്ടമാകാതെ ഇരിക്കുന്നതും? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത്. ഇന്ന് ഞാൻ ഓർഗനൈസേഷൻ ബിഹേവിയറിലെ ഈ പ്രധാനപ്പെട്ട കൺസെപ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം വാട്ട് ഈസ് ആറ്റിറ്റ്യൂഡ്? ആദ്യം ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. സിമ്പിളായി പറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തിക്കുള്ള ഫീലിംഗ് അല്ലെങ്കിൽ മൈൻഡ് സെറ്റാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. വർക്ക് പ്ലേസിൽ ഇത് എംപ്ലോയീസ് അവരുടെ ജോലി, കൊളീഗ്സ്, ഓർഗനൈസേഷൻ ഇവയെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള എംപ്ലോയീസ് സാധാരണയായി എനർജറ്റിക്കായും കോർപ്പറേറ്റീവായും ആയിരിക്കും. ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു എംപ്ലോയി തൻ്റെ ജോലിയോട് എത്രമാത്രം ഹാപ്പി അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നതാണ്. എംപ്ലോയീസ് അവരുടെ ജോലി ഇഷ്ടപ്പെടുമ്പോൾ അവർ കൂടുതൽ മോട്ടിവേറ്റഡ് ആവും. പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യപ്പെടും. പിന്നെ അതേപോലെ ഓർഗനൈസേഷനോട് കമ്മിറ്റ്മെൻറ്റ് കൂടും. സിമ്പിളായി പറഞ്ഞാൽ, ഹാപ്പി എംപ്ലോയീസ് യൂഷ്വലി വർക്ക് ബെറ്റർ. വാട്ട് ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? കാരണം എംപ്ലോയീസ് ആറ്റിറ്റ്യൂഡ് നേരിട്ട് വർക്ക് പ്ലേസ് ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നു. എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കും. ജോലി ക്വിറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറയും. അതുപോലെ തന്നെ ആബ്സെൻറ്റീസും കുറയും. പിന്നെ ഓർഗനൈസേഷന് പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ നൽകും. പക്ഷേ ഡിസാറ്റിസ്ഫാക്ഷൻ വന്ന സിറ്റുവേഷൻ നേരെ ഓപ്പോസിറ്റായി മാറാൻ സാധ്യതയുണ്ട്. ഇപ്പം എംപ്ലോയീസ് ഇൻട്രസ്റ്റ് ലോസ് ചെയ്യും, പെർഫോമൻസ് കുറയും, റിസൈൻ ചെയ്യാനും സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിനോട് നേരിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. ഓക്കെ. ഇനി എ കോമൺ മിസ്റ്റേക്ക് ബൈ മാനേജേഴ്സ്. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമുണ്ട്. പല മാനേജേഴ്സും എംപ്ലോയീസ് ആക്ച്വലി എത്ര സാറ്റിസ്ഫൈഡ് ആണെന്ന് ശരിയായി മനസ്സിലാക്കുന്നില്ല. മാനേജേഴ്സ് പലപ്പോഴും എംപ്ലോയീസ് ഹാപ്പിയാണ് എന്ന് കരുതും, പക്ഷേ റിയലി നേരെ വ്യത്യാസമായിരിക്കും. അതല്ലായിരിക്കും. ഈ ഗ്യാപ്പ് ഓർഗനൈസേഷനിൽ സീരിയസ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യപ്പെടും. ഹൗ ക്യാൻ ഇറ്റ് ബി ഇംപ്രൂവ്ഡ്? ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം, ഇതെങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നതാണ്. ഒരു എഫക്റ്റീവ് മെത്തേഡാണ് എംപ്ലോയി സർവേസ്. എംപ്ലോയീസിൻ്റെ റിയൽ ഒപ്പീനിയൻ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. എംപ്ലോയീസിന് അവരുടെ വോയിസ് എക്സ്പ്രസ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അവർക്ക് വാല്യൂ ഉണ്ടെന്ന് ഫീൽ ചെയ്യും. അപ്പം എംപ്ലോയീസിന് അവരുടെ അവസ്ഥ എക്സ്പ്രസ് ചെയ്യാനൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വാല്യൂ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കും. അതിലൂടെ എൻഗേജ്മെൻറ്റും സാറ്റിസ്ഫാക്ഷനും ഇമ്പ്രൂവ് ചെയ്യപ്പെടും. പിന്നെ മറ്റൊന്നാണ്, സാലറി അലോൺ ഈസ് നോട്ട് എനഫ്. സാലറി മാത്രമാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ പ്രധാനപ്പെട്ട ഗ്യാരണ്ടി എന്ന് പറയാൻ പറ്റില്ല. എംപ്ലോയീസിന് വേണ്ടി മീനിങ് ഫുൾ വർക്ക്, അപ്രീസിയേഷൻ, റെക്കഗ്നീഷൻ ആൻഡ് പോസിറ്റീവ് വർക്ക് എൻവിറോൺമെൻറ്റ്. കാരണം മണി ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അതിനോട് കൂടെ തന്നെ റെസ്പെക്റ്റ് ആൻഡ് ഹാപ്പിനെസ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സ് സക്സസ് ഗ്യാരണ്ടി ചെയ്യില്ല, പക്ഷേ സക്സസിൻ്റെ ചാൻസ് വളരെ ഇൻക്രീസ് ചെയ്യും. അതാണ് സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് വർക്ക് ഫോഴ്സിനെ സക്സസ് ആക്കും നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല, പക്ഷേ പറയാം, നമ്മുടെ സക്സസിൻ്റെ ചാൻസുകൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ സഹായിക്കും. അതിലൂടെ നമുക്ക് എന്തൊക്കെ ബെറ്റർ പെർഫോമൻസ്, ഹയർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്സ് ഇതൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കും. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഷനായി പറയുകയാണെങ്കിൽ, മാനേജേഴ്സ് എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡിനെ ശ്രദ്ധിക്കണം. അവ റെഗുലർലി മെഷർ ചെയ്യണം. കൂടാതെ എംപ്ലോയീസിൻ്റെ ഇൻട്രസ്റ്റിനെ മാച്ച് ചെയ്യാനുള്ള ജോബ്സ് ക്രിയേറ്റ് ചെയ്യണം. കാരണം എംപ്ലോയീസ് അവരുടെ ജോലിയെക്കുറിച്ച് എത്രമാത്രം നല്ല ഫീലിംഗ് നൽകുമ്പോൾ അത്രമാത്രം ഓർഗനൈസേഷനും അതിൻ്റെ ബെനിഫിറ്റിനും ഉപകാരം ചെയ്യപ്പെടും. എത്രമാത്രം നല്ല ഫീലിംഗ് കൊടുക്കുന്നോ അത്രമാത്രം ഓർഗനൈസേഷനും അതിൻ്റെ ബെനിഫിറ്റും ലഭിക്കും. ഓക്കെ, താങ്ക് യു.